ഇന്നത്തെ എപ്പിസോഡിലെ വജ്രവ്യൂഹത്തിൽ ആരാണ് മത്സരിക്കാൻ വരുന്നതെന്ന് നമുക്കൊന്ന് ചോദിക്കാം. ശരത്തേട്ടാ, ഇന്ന് ചിന്മയ വിദ്യാലയ പല്ലാവൂർ പാലക്കാട് നിന്നും ഫർഹ എൻ ആൻഡ് അതുൽ എം രവി. നമുക്ക് സ്വാഗതം ചെയ്യാം ഫർഹ ആൻഡ് അതുൽ. അപ്പൊ നമ്മുടെ അതുലും ഫറയും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് അല്ലേ? ഫാൻസ് ഒക്കെ കൂടിയോ ഇപ്രാവശ്യം വന്നതിന് ശേഷം? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഫാൻസ് ഇല്ല, കുഴപ്പമില്ല. കുറച്ചും കൂടെ ഒക്കെ ഫാൻ ഫോളോയിങ് ആയാൽ കുറച്ചുകൂടെ സന്തോഷം അല്ലേ? ഇതെന്താണിത്? ഈ മൈക്ക് വെച്ചേക്കണത് എന്തിനാന്നറിയോ? പറയണത് നമുക്കൊക്കെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞാനത് എന്താ വിചാരിക്കുക? ശരി, ഇഷ്ടപ്പെടുന്നവരുണ്ടോ? അതുണ്ടാവും. ഓക്കെ, നൈസ്. ഇനി ഇവിടെ എന്തുണ്ട് നമ്മുടെ എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ട്? ആരെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഹാരി പോട്ടർ എന്നൊക്കെ പറഞ്ഞോ? അല്ലെങ്കിലും വിളിക്കും. ഇപ്പൊ കൂടുതലായി പോയി, ഫേമസ് ആയി. അങ്ങനെയും പറയാം. ഇച്ചിരി ഫേമസ് ആയി. നമ്മൾ എന്താണല്ലേ ഇനിയിപ്പോ അതുൽ എന്ന് പറഞ്ഞിട്ട്, ഏത് അതുൽ? മറ്റേ ഹാരി പോട്ടർ അതുൽ അല്ലേ? ഇനി കുറച്ചും കൂടെ കൊളാക്കാനായിട്ട് അതാണോ മനസ്സിൽ വിചാരിക്കണേ? അയ്യേ, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, തന്ന സബ്ജക്റ്റുകളൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ടോ? അത് പിന്നെ പറയണോ അല്ലേ? അപ്പൊ ഈ ഒരു റൗണ്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാലോ. നമ്മൾ പകിടിട്ടിട്ടാണ് ഇപ്രാവശ്യം ഏതാണ് നമുക്ക് എന്താ പറയുക ചോദ്യം ചോദിക്കാനുള്ള സബ്ജക്റ്റ് എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 7 ചോദ്യങ്ങളാണ് ക്വിസ് മാസ്റ്റർ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. ശരി ഉത്തരത്തിന് 10 പോയിന്റ്സും തെറ്റുത്തരത്തിന് പോയിന്റ്സ് ഒന്നുമില്ല, മൈനസ് പോയിന്റ്സും ഇല്ല. 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് ഒരു ഉത്തരം പറയാനായിട്ട് കിട്ടുന്ന സമയം. 30 സെക്കൻഡ്സിന് ശേഷം ഉത്തരം പറഞ്ഞത് ശരിയായാലും തെറ്റായാലും മാർക്കൊന്നും കിട്ടില്ല. എല്ലാം ക്ലിയർ ആണോ? എല്ലാം റെഡിയാണ്. അപ്പൊ നമുക്ക് പോയിട്ട് പകിടിട്ടാലോ? വരൂ. അപ്പോ ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പകിടിട്ടോ. പകിട 12. 12 എത്തിയപ്പോഴത്തേന് എനർജി ഒക്കെ പോയി. എന്നാലും കുഴപ്പമില്ല. എത്രയാ? 6 അല്ലേ? പകുതി കിട്ടി, 12 കിട്ടിയില്ല. അതാണ് മറ്റേ ഈ ആത്മാർത്ഥത കുറഞ്ഞോണ്ട് 12 കിട്ടിയില്ല, 6 കിട്ടി. ബാ. ഓക്കെ, ഇനി നമുക്ക് 6 എന്നുള്ള അക്കത്തിന്റെ പിന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ദ്രോണാചാര്യരും പാണ്ഡവരുടെ ഗുരുദക്ഷിണയും. നന്നായി പഠിച്ച സംഭവമാണോ? നോക്കിയിട്ടുണ്ടോ? ഞാനും നോക്കിയിട്ടുണ്ട്. ഇവിടെയോ എങ്ങനെയുണ്ട്? നോക്കിയിട്ടുണ്ട്. പഠിച്ചത് ഏതായിരുന്നു? ഈ നോക്കണമല്ല, എല്ലാം പഠിക്കണമല്ലോ. അപ്പൊ എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മളിങ്ങനെ ഒരുപാട് പറയാൻ പാടില്ലല്ലോ. ഇവിടെയും അതേ സ്ട്രാറ്റജി തന്നെയാണോ? പഠിച്ചിട്ടുണ്ട്. ഏത് കിട്ടണം എന്നായിരുന്നു ശരിക്കും ഭയങ്കര ആഗ്രഹം? ഏത് വിഷയം കിട്ടണം എന്നായിരുന്നു? മഹാഭാരതത്തിൽ ഏതെങ്കിലും. ഏതായാലും. ഇവിടെയോ? ഇവിടെയും ഏത് കിട്ടും? ഗുരുദക്ഷിണയാണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതാണ് ആ 12 അത്ര കനം പോരാഞ്ഞെ. പുള്ളിക്കാരിക്ക് 6 കിട്ടണം എന്നായിരുന്നു, എന്നാലും ഇത് കിട്ടുള്ളൂ എന്ന് അറിയായിരുന്നു. ഊഹിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അധികം കുഴപ്പിക്കുന്നില്ല. ഇതെന്തായാലും ഒരു ക്വിസ് റൗണ്ട് ആണ്, അതുകൊണ്ട് ക്വിസ് മാസ്റ്ററും കൂടെ വേണം. കുഴപ്പിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ക്വിസ് മാസ്റ്റർ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം വിധുപാല ചേച്ചി. ഇപ്രാവശ്യം എന്താ നമ്മുടെ 2 പിള്ളേർ ആത്മാർത്ഥമായിട്ട് ആഞ്ഞടിച്ചിട്ടുണ്ട് നല്ല ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുക്കാനായിട്ട്. ആലോചിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി ആലോചിക്കുന്ന സമയം കൊണ്ട് ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് തന്നെ ഉത്തരം പറയാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. റെഡി? എല്ലാത്തിനും പഠിച്ചതാണ് നിങ്ങൾ വളരെ ഇതായിട്ടും. ഇതിനു മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ട് ടെൻഷൻ ഉണ്ടാവാൻ വഴിയില്ല. ഞങ്ങളെയൊക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് അല്ലേ? റെഡിയാണോ? അപ്പോൾ ടെൻഷനൊന്നുമില്ല. ഏതായാലും വരുന്നത് പല്ലാവൂർ, ചിറ്റൂർ താലൂക്ക്. എൻ്റെതാ ചിറ്റൂര്, പാലക്കാട് ചിറ്റൂർ താലൂക്കിലെ മനോഹരമായിട്ടുള്ള പാടങ്ങളും അല്ലേ? പക്ഷെ അവിടെ തെങ്ങിനേക്കാളും കൂടുതൽ പനയാണ് അല്ലേ? ഏതായാലും നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, റെഡി? ആദ്യത്തെ ചോദ്യം, ദ്രോണാചാര്യൻ ആരുടെ പുത്രനാണ്?
ശരഭംഗൻ, ബി കുശധ്വജൻ, സി ഭരദ്വാജൻ, ഡി ശതധന്വാവ്. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. സി ഭരദ്വാജൻ. സി ഭരദ്വാജൻ. ഉം. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ഹായ്. അപ്പൊ ലോക്ക് ചെയ്യാം. ആ. ലോക്ക് സി ഭരദ്വാജൻ. ഈ ഉത്തരം ശരിയാണെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞാൽ പിന്നെ അത് ശരിയാവണമല്ലോ. നോക്കാം. സി ഭരദ്വാജൻ ശരിയായ ഉത്തരമോ തെറ്റായ ഉത്തരമോ? ശരിയായ ഉത്തരം. അപ്പൊ ആദ്യത്തെ 10 മാർക്ക് കിട്ടി. അപ്പൊ ഈ ഭരദ്വാജൻ എന്ന് പറയുന്ന പേര് നമുക്ക് വളരെ പ്രസിദ്ധമായ പേരാണ്, ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്. ഈ ബാക്കിയുള്ള 3 പേരുടെയും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? ബാക്കിയുള്ള 3 പേര് കുശഭംഗൻ, പക്ഷെ പേര് കേട്ടിട്ടുണ്ട്. ആ, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് വന്നില്ല. ശരഭംഗൻ, ഇവരൊന്നും കേട്ടിട്ടുണ്ട്. ആ, അത്ര എല്ലാവരും കേട്ടിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നിരുന്നെങ്കിലോ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വിടുവോ? അപ്പൊ ഈ പേരുകൾ കേട്ടു എന്ന് പറയുമ്പോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലേ? ഉണ്ട്. അല്ല, പെട്ടെന്ന് ഭരദ്വാജൻ കണ്ടപ്പോ അത് നോട്ട് ചെയ്ത്. അത് നോട്ട് ചെയ്തു. കാരണം അത് അറിയുന്ന ഒരു പേരായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അത് നോട്ടായി പോയി. ഓക്കെ, അത് ഓക്കെ. പല്ലവൂര് കുറേ ഈ വാദ്യവിദ്വാന്മാർ കുറേ ഇല്ലേ? മാരാർമാര്, മണിയന്മാർ. പല്ലവർ, അങ്ങനെ കുറേ ആൾക്കാരില്ലേ? ഉം. അവര് വളരെ പ്രസിദ്ധമായിട്ടുള്ള അറിയാവോ? പേരുകൾ അറിയോ? അപ്പുക്കുട്ടന്മാരാർ, ആ, അപ്പുമാരാർ, അപ്പുമാർ, ആ, കുഞ്ഞിക്കുട്ടന്മാരാർ, പിന്നെ മണിയന്മാരാർ. ആ, ഇവരാണ് പല്ലാവൂർ ത്രയം. ആ, വല്ലവൃത്തെ ത്രയം എന്ന് പറയുന്നത്. ഇതല്ലാതെ ഇപ്പോഴത്തെ പുതിയ ആൾക്കാരെ അറിയോ? പുതിയ ആൾക്കാരാ. എന്താ പഴയ ആൾക്കാരെ അറിയുള്ളൂ? ഓനെത്ര വയസ്സായി? 14. 14. ആ. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാരെ അറിയാതെ പഴയ ആൾക്കാരെ മാത്രം പഠിക്കാൻ അറിയാൻ? പഴയ ആൾക്കാരാ ആണല്ലോ. പ്രസിദ്ധമായവര്. ഏതായാലും ഇപ്പോഴത്തെ ആൾക്കാരുണ്ട്, കുറെ ആൾക്കാരുണ്ട്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഏതായാലും നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, ദ്രോണപത്നിയായ കൃപിയുടെ യഥാർത്ഥ പിതാവ് ആരാണ്? എ ശരദ്വാൻ, ബി ശാരംഗരവൻ, സി ജാനപതി, ഡി ശന്തനു. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. എ ശരദ്വാൻ. എ ശരദ്വാൻ. ആ. സംശയമില്ല? ഇല്ല. ഉറപ്പാണ്? ആ. ഏതായാലും ലോക്ക് ചെയ്യാൻ പോവാണ്. ലോക്ക് എ ശരദ്വാൻ. എനിക്കെന്തോ സംശയമുണ്ട്. ഇത് ഉറപ്പാണോ? എനിക്കെന്തോ ഇത് ശാരംഗരവൻ എന്നാണ് ഓർമ്മ. ശാരംഗരവൻ അല്ല. അല്ല. അല്ല, ഉറപ്പാണ്? അതെ. സംശയമില്ല? ഇല്ല. എന്നാ പിന്നെ നമുക്ക് ചോദിച്ചേക്കാം, എ ശരദ്വാൻ ശരിയാണോ തെറ്റാണോ? ശരദ്വാൻ കറക്റ്റ് ആയിട്ടുള്ള പേരാണ്. ശന്തനു വരെ വളർത്തു. വളർത്തു പിതാവല്ലേ? വളർത്തു പിതാവല്ല, വളർത്തിണ്ടാവോ? അവരിനെ എടുത്ത് വളർത്തിയത് ശന്തനു ശന്തനു. മഹാരാജാവിന്റെ കൊട്ടാരത്തിലാണ് അവര് വളർന്നത്. അതുകൊണ്ടാണ് ശന്തനു മഹാരാജാവിന്റെ കൃപ കൊണ്ടാണ് അവര് കൃപി എന്ന് പേര് പേര് ലഭിച്ചത്. വന്നത്. ശന്തനു മഹാരാജാവാണ് അവളുടെ ഭീഷ്മരുടെ ഒക്കെ ഭീഷ്മരുടെ പിതാവ്. പിതാവ്. അപ്പോ അറിയാം മഹാഭാരതം. ഏതാ പഠിച്ചത് നിങ്ങൾ? മഹാഭാരതം ഈ പോർഷൻ മാത്രമേ പഠിച്ചുള്ളൂ? ഞാൻ കൂടുതലായിട്ടും മഹാഭാരതം പഠിച്ച്. കൂടുതൽ ഞാൻ രണ്ടും നോക്കിയിരുന്നു, രാമായണം മഹാഭാരതവും നോക്കിയിരുന്നു. നോക്കിയിരുന്നു. മോൾക്ക് ഏതിനോടാ താല്പര്യം കൂടുതൽ? എനിക്ക് കൂടുതൽ അറിയണത് രാമായണമാണ്. ആ, അതെന്താ കാരണം? അല്ല, പൊതുവെ സ്കൂളിൽ ഇങ്ങനെ ക്വിസിനൊക്കെ പങ്കെടുത്തിട്ട് അപ്പൊ നല്ല സുപരിചിതമായ ഒരു ടോപ്പിക്സ് ആണ്. ടോപ്പിക്കാണ് രാമായണം. പിന്നെ മഹാഭാരതം അറിയാം, ആ. പക്ഷെ ഇങ്ങനെ ഡീപ്പായിട്ട് അറിയില്ല. കഥകളൊക്കെ അങ്ങനെ അറിയാം. മഹാഭാരതത്തിലാണ് ഭഗവത്ഗീത. ആ, ഫന എന്റെ റെസിറ്റേഷനൊക്കെ പ്രൈസ് മേടിച്ചിട്ടുള്ള ആളല്ലേ? അല്ലേ? അതെ. ഭഗവത്ഗീത. അവ ഗീത ഉള്ളത് ഭാരതത്തിലാണ്, മഹാഭാരതത്തിലാണ്. അത് കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ലോകത്തിലെ ഉള്ള എന്താ പറയുക, ഈ പുരാണങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താണെന്ന് വെച്ചാൽ ഏത് കാലത്തും അതിന് പ്രസക്തിയുണ്ട്. ഇതിഹാസമാവുമ്പോൾ അതെങ്ങനെ ഇതിഹാസമാവുന്നു, എങ്ങനെ അതൊരു പുരാണമാവുന്നു, ഇത്രയും കാലം അത് നിലനിൽക്കാനുള്ള കാരണം എന്താണ്? ഏത് കാലത്തിലും അതിന് പ്രസക്തിയും അതിലെ കഥകളും അതിൻ്റെ സംഭവങ്ങളുമായിട്ട് നമുക്ക് ഇപ്പോഴും
നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ മഹത്തായ ഗ്രന്ഥങ്ങളായിട്ടും പുരാണങ്ങളായിട്ടും ഇതിഹാസങ്ങളുമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സാരാംശം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ജീവിതത്തിലെ തെറ്റായ വഴിയിൽ പോവാതെ ശരിയായ വഴിയിലൂടെ പോവാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ക്വിസ് മാത്രം പോരാ, പ്രൈസസ് വേണം, ഇല്ല എന്നല്ല. നമ്മളുടെ അറിവിനെ 4 പേര് അറിയണം, ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻ. പക്ഷെ നമ്മളെ നന്നാക്കാനും ഇതിന് നമുക്ക് ഉപകരിക്കണം. ഏതായാലും നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എത്ര മാർക്ക് എടുത്തു? 2 2 മാർക്ക് 20 മതിയോ? 2 മാർക്ക് മതിയോ? അല്ല പോരാ പോരെ? പോരാ. എന്താ 2 നീവല്ലേ പറഞ്ഞത്? 20 മാർക്ക് അല്ലേ? 2 ക്വസ്റ്റ്യൻ നമ്മോ വിചാരിച്ചു. ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മാറിപ്പോയി തന്നെ. ഹാരി പോട്ടറിന് ഇങ്ങനെയൊക്കെ തെറ്റിപ്പോയാ വലിയ പ്രശ്നമാവും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് പ്രളയം അങ്ങോട്ട് കയറി തെറ്റായിട്ടതൊക്കെ പറഞ്ഞാലേ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നറിയോ? ഒരുപാടുണ്ട്. ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്കൂളില് ടീച്ചർമാര് അങ്ങനെ വല്ലയിടത്തും ഇതുപോലെ തെറ്റാച്ചാൽ പെട്ടെന്ന് എടുത്ത് ചാടി ഇമോഷണൽ ആയിട്ട് എടുത്ത് ചാടിയിട്ട് ഇല്ല. അല്ലേ? ഇല്ല. ചൂടാവാറുണ്ടോ? അയ്യേ ഇല്ലേ? ഇല്ല. അമ്മോ. ഞാൻ കേട്ടല്ലോ ചൂടാവാറുണ്ടോ എന്ന്. അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞല്ലോ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന്. ഞാൻ അങ്ങനെയൊന്നും ദേഷ്യം വരില്ല. ആ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ കണ്ടോ സത്യം പുറത്തേക്ക് വരണുണ്ടോ? അല്ല ഞാൻ അതന്നെ പറഞ്ഞ മറ്റവർക്കേ അറിയുള്ളൂ ദേഷ്യം വരുമോ വരില്ല എന്നുള്ളത്. ഏതായാലും നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 3ാമത്തെ ചോദ്യം. ദ്രോണന് മഹാശസ്ത്രങ്ങളും ധനുർവേദവും ഉപദേശിച്ചതാരാണ്? എ ആഗ്നേയൻ, ബി അങ്കിരസ്, സി അകമ്പനൻ, ഡി പരശുരാമൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഡി പരശുരാമൻ. ഡി പരശുരാമൻ ഉറപ്പാണല്ലോ? ആ അങ്കിരസ് അല്ലല്ലോ? അല്ലല്ല. ലോക്ക് ചെയ്യട്ടെ? ആ. ഡി പരശുരാമൻ ലോക്ക് ചെയ്യൂ. ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ തെറ്റായാലോ? അല്ല അഗ്നിരസ് ധനുർവേദം പഠിപ്പിച്ചിട്ടില്ല. അഗ്നിരസോ? അഗ്നി ഏ അഗ്നി ഏ ആഗ്നേയൻ. അതന്നെ പറയാൻ കിട്ടി. എന്റെ പൊന്നു മോനെ പേടിക്കല്ലേ, ടെൻഷൻ അടിക്കല്ലേ. ടെൻഷനല്ല, നമ്മൾക്ക് സമയമുണ്ട്, പേടിക്കണ്ട. ആഗ്നേയൻ. ആഗ്നേയൻ പഠിച്ചിട്ടില്ല? പഠിച്ചിട്ടുണ്ട്. ആഗ്നേയൻ എന്താ പഠിപ്പിച്ചത്? അഗ്നിയാസ്ത്രവും മറ്റു അസ്ത്രങ്ങളാ പഠിപ്പിച്ചത്. ധനുർവേദം ഉപദേശിച്ചു കൊടുത്തിട്ടില്ല. ഉറപ്പാണ്. ഏതായാലും നമുക്ക് നോക്കാം. ഡി പരശുരാമൻ ശരിയാണോ തെറ്റാണോ? ശരിയാണ്. എത്ര പെട്ടെന്നാ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ പരശുരാമനാണെന്ന്? ശരിയാണ്, പരശുരാമനാണ്. ഒപ്പ BP കൂടി. ഇപ്പൊ നമുക്ക് ഡോക്ടറെ വിളിച്ചൊന്ന് കാണിച്ചാൽ 2 പേരുടെയും BP അങ്ങേറ്റെത്തിയിട്ടുണ്ടാവും. ഏതായാലും ഡി പരശുരാമൻ ശരിയായ ഉത്തരമാണ്. അപ്പൊ എത്ര മാർക്കായി? 30 മാർക്ക്. ഇപ്പൊ ആലോചിച്ച് പറഞ്ഞു. ഇവിടുത്തെ ആചാര്യസഭയ്ക്ക് ഒരു സംഭവം അറിയോ? ഇവിടെ ഒരു ഫ്യൂച്ചർ പ്രസിഡന്റ് ഉണ്ട്, ഇന്ത്യൻ പ്രസിഡന്റ്. ആ നിങ്ങൾ ആരാന്നറിയോ? ഫന എന്താണ്? ആരാ അവിടെ നിന്ന് അവര് തീരുമാനിച്ചോണ്ടിരിക്കുക. രണ്ടുപേരിൽ ആരാ? നമുക്ക് ആർക്ക് പ്രസിഡന്റ് പദം വേണം? അല്ലല്ല, അത് അവൻ തന്നെ. അതുല്ലാണ്. അതെ. ഇത് പെൺകരുത്തിന്റെ കാലമാണ്. നമുക്ക് പ്രസിഡന്റ് ആവണ്ടേ? എന്തിനാ അവനെ വിട്ടുകൊടുക്കുന്നേ? പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ. അടുത്തിരിക്കുന്ന ആള്. അതെ അതെ, കുറച്ച് കാലം ഏറ്റവും വലിയ സ്വപ്നം അതാണ്. ഭാരത രാഷ്ട്രപതി ആവണം എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വപ്നം. അതല്ല, അങ്ങനെ ഒരു സ്വപ്നം വരച്ചാൽ എത്രയോ കുട്ടികൾ ഇവിടെ വന്നു, പല സ്വപ്നങ്ങളും പല കാര്യങ്ങളും പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രപതിയെ ഞാൻ നേരിൽ കാണുന്നത്. അങ്ങനെ ഒരു സ്വപ്നം വരാൻ കാരണം, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു പ്രസിഡൻസിനെ കുറിച്ച്. ഞാൻ വെറുതെ എടുത്ത് വായിച്ചപ്പോ എനിക്ക് ഇൻസ്പിരേഷൻ പോലെ തോന്നിയപ്പോ
എനിക്കതാവണം എന്നൊരു മോഹം. മോഹം. അതിന് അബ്ദുൽ കലാമിനെ പറ്റി ആ. പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? ഏഹ്, അദ്ദേഹത്തിൽ നിന്നും എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? നമ്മൾ ശ്രമിച്ച എന്ത് വേണേൽ നേടാം. എക്സാക്ട്ലി. അപ്പോൾ അതിലിപ്പോൾ ഞങ്ങളിത് തമാശയായിട്ടല്ല പറയുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ പറയുന്നതാണ്, ആരും ഇവിടെയുള്ളവർ തമാശയായിട്ടല്ല പറയുന്നത്. സത്യത്തിൽ വർക്ക് ചെയ്താൽ പറ്റാവുന്ന കാര്യം തന്നെയാണ്. അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് എപ്പോഴും ഒരു ഗോൾ. ആ ഗോളിന് വേണ്ടി ഏത് നിമിഷവും നമ്മൾ എന്തും ചെയ്യാൻ എന്തും ചെയ്യണമെന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ നല്ല വഴിയിലൂടെ, കറക്റ്റായ വഴിയിലൂടെ. എന്തും ചെയ്യാന്ന് പറഞ്ഞാൽ പലർക്കും പല വിധമാണ്. അങ്ങനെ ആവരുത്. പ്രസിഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വഴി പോയാൽ തന്നെ പ്രസിഡൻ്റ് ആവുള്ളൂ. അപ്പോൾ ആ പ്രസിഡൻഷിപ്പിലേക്ക് എത്താൻ പോകുന്ന അതുലിന് ഈ എടുത്തുചാട്ടം പാടില്ല. വളരെ ആലോചിച്ച് നമ്മൾ എന്ത് കാര്യവും പറയുമ്പോൾ തിരക്കിട്ട് നമ്മൾ ഒരു കാര്യത്തിലും പാടില്ല. ഇത് ഒരു ആദ്യത്തെ ഉപദേശമായിട്ട് വെച്ചോളും കുട്ടിയായതുകൊണ്ട്. പ്രസിഡൻ്റ് ആയതിനു ശേഷം അതെ പണ്ടിങ്ങനെ പബ്ലിക്കായിട്ട് ചേച്ചി പറഞ്ഞു, ആണ്ടി പറഞ്ഞു, എന്നാ പിന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വയസ്സാവും അപ്പോഴേക്കും ഞാൻ. അപ്പൊ എനിക്ക് ശിക്ഷ ഒന്നും തന്നേക്കരുത് കേട്ടോ എന്റെ പൊന്നു മോനെ. ഓർമ്മശക്തി അല്ലെങ്കിലും കുറച്ച് കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ അതൊന്നും സംഭവിക്കാം. എന്റെ പൊന്നെ, ഞാനപ്പോ സൂക്ഷിച്ചിരിക്കണം എന്നുള്ളത് ഉറപ്പാ. അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യില്ലേ? ഇല്ല. ഉറപ്പാണല്ലോ. ഉറപ്പാണ്. ഇപ്പൊ തന്നെ അത് ഉറപ്പാണല്ലോ. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ശിക്ഷ തരുമ്പോ നാട്ടുകാർ പറയും. ചെയ്യുന്നുണ്ടോ? ഓ ഓ ഏതായാലും നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം, ധ്രുവദന്റെ പിതാവ് ആരാണ്? ഓപ്ഷൻസ്: എ ഭരദ്വാജൻ, ബി പൃഷുതൻ, സി അംശുമാൻ, ഡി വിശ്വവസു. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ബി പൃഷതൻ. പൃഷതൻ ഉറപ്പാണ്? അതെ. സമയമുണ്ട്, 24 സെക്കൻഡ് ആയി. ഉറപ്പാണ്. ലോക്ക് ചെയ്തോ? ഉറപ്പാണ്. ഈ എടുത്തുചാട്ടം വേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടുച്ചാട്ടല്ല. ആ ഓക്കെ. അപ്പൊ ബി പൃഷതൻ ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ബി പൃഷതൻ. പച്ച അല്ലല്ലോ വന്ന. പച്ചയല്ലല്ലോ. വരുമോ? വരും. ഇവിടെ പച്ചയല്ല വന്നത്. അത് ലോക്ക് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ലോക്ക് ചെയ്തില്ല. ബി പൃഷതൻ ലോക്ക് ചെയ്തു. അല്ല, അത് പച്ചയാണ്. പച്ചയാണല്ല. അപ്പൊ എന്താ കളർ ബ്ലൈൻഡ് ആണോ? ഓറഞ്ച് ആണത്. ഉത്തരം വരുമ്പോ പച്ചയാവും. ആവോ? ഏതായാലും നോക്കാം, ഉത്തരം ചോദിക്കാം. അത് പച്ചയാവോ മഞ്ഞയാവോ നോക്കാം. ബി പൃഷതൻ ശരിയാണോ? പച്ചയാവോ? ആ പച്ചയായി. അപ്പൊ ശരിയാണ്. ബി പൃഷതൻ 10 പോയിന്റ്. അപ്പൊ എത്ര മാർക്കായി? 40. എരളിട്ടെണ്ണോ? വേണ്ട, 40. അപ്പൊ ഇനിയിപ്പോ എത്ര ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്? 3. പക്ഷെ അല്ല, അതല്ലേ പാചകം നന്നായിട്ട് അറിയാല്ലേ? അറിയാം. എന്തൊക്കെയാ ഉണ്ടാക്കുക? എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കും. ചോദിച്ചത് അബദ്ധമായി പോയി. വീട്ടിലാരെങ്കിലൊക്കെ കഴിക്കാറുണ്ടോ? അതുപോലെ കഴിക്കാറുണ്ടോ? ഓ അപ്പൊ എന്തൊക്കെയാ കഴിക്കാറ്? എന്തൊക്കെയാ ഉണ്ടാക്കാറ്? നോൺ വെജോ വെജോ? രണ്ടും ഉണ്ടാക്കും. രണ്ടും ഉണ്ടാക്കും. ഏതാണ് സ്പെഷ്യാലിറ്റി? സ്പെഷ്യല് ഞാന് റെസിപ്പി നോക്കി ഉണ്ടാക്കും. ഏതാന്ന് കൊറേ ഉണ്ടാക്കിണ്ടല്ലേ. ഇപ്പൊ ഏതാണ് സ്പെഷ്യല്? ഏതാ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാൻ ഉണ്ടാക്കിയത് വെച്ച്? 100 എണ്ണം ഉണ്ടാക്കിയപ്പോ ഏതാന്ന്? ചിക്കൻ കറി. ചിക്കൻ കറിയാണ് ഇഷ്ടം. അല്ലാതെ എത്ര ചിക്കൻ കറി റെസിപ്പീസാ? അല്ല, ഏതാണ്? നോർത്ത് ഇന്ത്യനോ സൗത്ത് ഇന്ത്യനോ നാടനോ കോണ്ടിനെന്റലോ? അതല്ല, അപ്പ കിട്ടിയപ്പോ എന്താന്ന് വെച്ചാ അത് വെച്ചുണ്ടാക്കും. കഴിക്കുന്നവരുടെ ഗതികേട്. എല്ലാത്തിന്റെയും കൂടെ ഇങ്ങനെ മിക്സ് ആൻഡ് ഫ്യൂഷൻ ആയിട്ട് ചെയ്താലും അത് അതിലിന്റെ ഒരു പുതിയൊരു റെസിപ്പി ആകുമല്ലോ. അപ്പൊ അതിലേതായാലും വലിയ പ്രസിഡന്റ് ആയാൽ പാചകത്തിന് പ്രശ്നമൊന്നുമില്ല. അയാൾ വെച്ച് തരുന്നൊന്നും ഇഷ്ടമായില്ലെങ്കിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചോളൂ അല്ലേ? ഫർഹ സ്പെൽബിന്റെ എന്തൊക്കെയോ ചെയ്തിട്ടല്ലേ? സ്റ്റേറ്റ് പാർട്ടിസിപ്പന്റ് ഒക്കെ അല്ലേ? അതെന്താ? അത് സ്പെൽബി എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് വേർഡ്സിന്റെ അവരിങ്ങനെ ഓരോ ടൈപ്പ് കോമ്പറ്റീഷൻ വെച്ചിട്ട് അതിന്റെ സ്പെല്ലിങ്സ്
ഇങ്ങനെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. ഫസ്റ്റ് 3 റൗണ്ട്സ് ഇങ്ങനെ റൈറ്റിംഗ് ആയിരിക്കും ആൻഡ് 4th റൗണ്ട് ഇങ്ങനെ ഓറലായിട്ട് അങ്ങനെ ഓറലായിട്ട് ചോദിക്കും. അപ്പൊ ഈ ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് കഥാരചന അല്ല, കഥയല്ല. അല്ല, ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ അതും ചെയ്യാറുണ്ടല്ലോ. അതെന്താണ്? അതിങ്ങനെ കവിതാ രചന തന്നെയാണ്. കവിത രചന. അപ്പൊ അവര് സബ്ജക്ട് തരും, അവരിങ്ങനെ സബ്ജക്റ്റ് തരും, നമ്മൾ എഴുതും. അപ്പുണ്ടാക്കണം. ഓൺ ദ സ്പോട്ട്. അപ്പൊ ഞാനിപ്പോ ഒരു സബ്ജക്ട് തരട്ടെ, ഉണ്ടാക്കോ ഒരു കവിത? ഇപ്പൊ അറ്റ്മോസ്ഫിയർ കുറച്ച് ശരിയല്ല. എന്താ, ഞങ്ങളൊക്കെ നല്ല ആൾക്കാരല്ലോ, എന്താ ശരിയല്ലായ്മ? അത് കവിക്ക് പറ്റിയ ഒരു മാനസികാവസ്ഥ വേണം അല്ലേ? ശാന്തത, ഏകാന്തത. വേറൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോ പിന്നെ ഇത് വരില്ല, ഉറപ്പാണ്. എപ്പോഴാണ് കവിത വരിക? ഇങ്ങനെ തനിയെ ഇങ്ങനെ ഏത് മോഡില? തനിയെ ഇങ്ങനെ ബോർഡ്സ് ഇരിക്കുമ്പോ അല്ല പെന്നും പേപ്പറൊക്കെ എടുത്ത് ഇരിക്കുമ്പോ അപ്പൊ ഇങ്ങനെ വരുന്ന ലൈൻസ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതിപ്പോ അത് വിട്ടേക്ക്, ഇതിപ്പോ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. 5ാമത്തെ ചോദ്യം. ദ്രോണരുടെ ഹസ്തനപുരി വാസത്തിനും രാജകുമാരന്മാരുടെ ഗുരുസ്ഥാനത്തിനും കാരണമായത് ആരാണ്? ധൃതരാഷ്ട്രൻ, ബി പാണ്ഡു, സി ഭീഷ്മർ, ഡി വിതുരൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ശരി പറഞ്ഞു. എന്ത് ഓപ്ഷൻ സി ഭീഷ്മർ. ഓപ്ഷൻ ഉറപ്പാണ്? ഇല്ല, സംശയമുണ്ട്. ടൈമർ ഉണ്ടോ? ലോക്ക് ചെയ്തോ? ലോക്ക് ചെയ്യാം. സി ഭീഷ്മർ ലോക്ക് ചെയ്യൂ. പിന്നെ ആരായിട്ടായിരുന്നു സംശയം? ധൃതരാഷ്ട്രമായിട്ടോ? രാജാവായതുകൊണ്ടോ? രാജാവല്ലേ, രാജാവിന് വേണമെങ്കിൽ സമ്മതിക്കാലോ. രാജാവാണ്. രാജാവായതുകൊണ്ട് അപ്പോയിന്റ് ചെയ്ത് രാജാവാണ്. അങ്ങനെ ഒരു പെട്ടെന്ന് ഡൗട്ട് ആണ്. പിന്നെ ഭീഷ്മരാണ് അപ്പോയിന്റ് ചെയ്തത്. അതിലത്തെ മെയിൻ മന്ത്രി വിതുരല്ലേ? വിതുര. പക്ഷെ ഭീഷ്മരോടല്ലേ ആദ്യം പറഞ്ഞു. ഭീഷ്മരനെ ദ്രോണറിനെ ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ ദ്രോണരെ അപ്പോയിന്റ് ചെയ്തത് ഭീഷ്മരാണ്. അപ്പൊ രാജകുമാരന്മാരുടെ ഗുരുസ്ഥാനത്തിന് കാരണം ഭീഷ്മർ നൽകിയത് കൊണ്ടാണല്ലോ. അതെ, ആണോ? ആയിരിക്കും. സംശയമുണ്ടോ? സംശയമുണ്ട്. ഏതായാലും സംശയം തീർക്കാം. ചോദ്യം ഉത്തരം ഒക്കെ ശരിയാണോ നോക്കാം. ഏതാ ശരി നോക്കാം. സി ഭീഷ്മർ ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഓ, സമാധാനം. തന്നെ കൈയടിക്കുക അല്ലേ ഭീഷ്മർ. നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 6ാമത്തെ ചോദ്യം. ആയുധാഭ്യാസം ആരംഭിക്കുമ്പോൾ തന്നെ പഠനാനന്തരം ഗുരുദക്ഷിണയായി ദ്രോണരുടെ ആവശ്യം നിറവേറ്റാമെന്ന് പ്രതിജ്ഞ ചെയ്തതാരാണ്? എ ഭീഷ്മർ, ബി കർണൻ, സി അശ്വത്ഥാമാവ്, ഡി അർജുനൻ. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഡി അർജുനൻ. മകൻ ഗുരുദക്ഷിണ കൊടുക്കണ്ട? ഡി അർജുനൻ. കർണനല്ല, അർജുനൻ. ഓക്കെ, അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം. ഡി അർജുനൻ. ശരിയാണോ തെറ്റാണോ? അപ്പൊ അർജുനൻ ശരിയായ ഉത്തരമാണ്. ഓക്കെ, ഏതായാലും നിങ്ങൾ 6ാമത്തെ ചോദ്യവും കഴിഞ്ഞു. 7ാമത്തെ ചോദ്യത്തിൽ എത്തി നോക്കി നിൽക്കുന്നു. നമ്മുടെ എന്താ പറയുക, ടെൻഷൻ അടിക്കേണ്ട ഒരു സമയം എത്തി. 7ാമത്തെ ചോദ്യം കൂടെ നിങ്ങൾ പറയണം. കാരണം ഇതുവരെ പറഞ്ഞവരൊക്കെ 7 ചോദ്യം കറക്റ്റായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കൃത്യമായിട്ട് പറയണം. ഓക്കെ, ചോദിക്കാം. 7ാമത്തെ ചോദ്യം ചോദിക്കാം. 7ാമത്തെ ചോദ്യം. ഏകലവ്യന്റെ പിതാവിന്റെ പേര്? എ നിഷാദൻ, ബി ഹിരണ്യധനുസ്, സി ഹിരണ്യൻ, ഡി ഹരിണൻ. ടൈമർ സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ഹിരണ്യധനുസ്. ഹിരണ്യധനുസോ? ഹിരണ്യനല്ല, ഹിരണ്യധനുസ്. എന്താ വ്യത്യാസം അവർ രണ്ടുപേരും തമ്മില്? ആൾക്കാർ ഏതായാലും നമുക്ക് ഏതപ്പോ ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ചോദിക്കാം. ബി ഹിരണ്യധനുസ്.
ലോക്ക് ചെയ്യൂ. ഇനിയിപ്പോ പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം. ബി, ഹിരണ്യധനുസ്. ഏതായാലും തെറ്റി. ഞാൻ പറഞ്ഞതാണ്. അത് ശരിയാണ്. അതെ, അല്ല. അവിടെ ഒന്നു അല്ലെന്നോ? അല്ലേ? ആണ്, നീയല്ലേ പറഞ്ഞേ? ആ ആണ്. അവിടെ പച്ച വന്നു. ഇവിടെ എനിക്ക് വന്നിട്ടില്ലല്ലോ. വരും. എങ്ങനെ വരും? തെറ്റായ ഉത്തരത്തിന് പച്ച വരൂ. ആ എന്നാ ഇവിടെ വന്ന് നോക്കൂ, ഇവിടെ വന്ന് നോക്കൂ. പച്ചയല്ല. ഹിരണ്യധനുസ് ശരിയായ ഉത്തരമാണ്. 70 മാർക്ക് കിട്ടിയിരിക്കുന്നു. നല്ല രസമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ നമ്മൾ തമ്മിലുള്ള ഒരു സംവാദം ഉണ്ടല്ലോ, അത് വളരെ രസകരമായിട്ട് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അതൊരു സന്തോഷമാണ്, അല്ലേ? അതിനോടൊപ്പം ശരിയായ ഉത്തരം കിട്ടുമ്പോൾ അതിലും സന്തോഷമാണ്. ഏതായാലും വളരെ നന്നായി. ശ്രേഷ്ഠ